ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്നും നമ്മൾ പൊരിച്ചതൊക്കെ കഴിച്ചിട്ടൊക്കെ മടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് ഞാൻ 1 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് ഒഴിച്ചിട്ടുള്ളത്. പാൽ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള 1/2 കപ്പ് മൈദയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് പാലിന് നമുക്ക് 2.5 കപ്പ് മൈദയാണ് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള 1/2 കപ്പും കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുത്തിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ ഇതുപോലെ കുഴച്ചിട്ടൊന്ന് നമുക്കിത് പൊങ്ങാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ഈസ്റ്റ് ചേർത്ത് കാരണം തന്നെ പൊങ്ങി കിട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് എത്ര സമയമാണോ അത്ര സമയം നിങ്ങൾ വെക്കുക. നന്നായിട്ട് മാവ് പൊങ്ങിയതിന് ശേഷം നമുക്കിതുപോലെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങി കിട്ടും. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ അതിനനുസരിച്ചുള്ള സമയം നിങ്ങൾ പൊങ്ങാനായിട്ട് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. കുറച്ച് പൊടിയിട്ടിട്ടൊന്ന് ഇതുപോലെ ഉരുട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല സുഖമായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓയിലൊന്നും തൊട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പൊടി കുറച്ചിട്ടിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് വലുപ്പത്തിലുള്ള ഉരുളകൾ നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് ചപ്പാത്തി കുഴൽ വെച്ചിട്ട് പരത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കൈ വെച്ചിട്ടാണ് പരത്താൻ, നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് കനം കുറച്ചിട്ട് പരത്തിയെടുക്കരുത്, കുറച്ച് കനത്തോട് കൂടി വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കനത്തോട് കൂടി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഈ ഒരു 2 സൈഡിലും കുറച്ച് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. മൊസറല്ല ചീസ് ഇട്ടിട്ട് നമ്മളിതൊന്ന് 2 സൈഡൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പിസ്സ ഉണ്ടാക്കുന്ന ഷേപ്പിലല്ല ഈ ഒരു തുർക്കിഷ് പിസ്സ വരുന്നത് കേട്ടോ. ഇതൊരു ഓവൽ ഷേപ്പിൽ, കുറച്ചൊരു ഓവൽ ഷേപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഒരു 2 സൈഡും ഒന്ന് ചുരുട്ടി കൊടുക്കണം. അപ്പോൾ കാണാനും നല്ല ഭംഗിയുള്ളൊരു ഷേപ്പാണ്, സാധാരണ പിസ്സയെ പോലെയല്ല. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് കുറച്ച് നല്ലൊരു സ്പേസും കിട്ടും, അതിൻ്റെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ നിറച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ 2 ഭാഗവും നല്ല പോലെ ഒന്ന് ഒട്ടിച്ച് വെക്കുക. ഇനി നമ്മളിതിൻ്റെ ഉൾഭാഗത്ത് പിസ്സയുടെ സോസാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സോസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. സവാള, തക്കാളി, വെളുത്തുള്ളി ഒക്കെ, അതുപോലെ തന്നെ മല്ലിയില, ക്യാപ്സിക്കം ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ഒന്ന് അരച്ചെടുക്കും. നമ്മൾ ടൊമാറ്റോ സോസും പെപ്പർ പൗഡറൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കുന്നതാണ് ഈ ഒരു പിസ്സയുടെ സോസ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ കുറച്ച് ഒലീവ്സ് കഷ്ണങ്ങളാക്കിയത് ഇട്ടതിന് ശേഷം നമ്മൾ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഉൾഭാഗത്ത് പിസ്സയുടെ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തക്കാളി, ക്യാപ്സിക്കം ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ചിക്കനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൊസറല്ല ചീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ നമ്മളൊരു വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പിസ്സ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചീസ് ചേർത്തിട്ട് തന്നെയാണ് ഒരു ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് കുറച്ച് പാലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പാലിന് പകരം കോഴിമുട്ടയുടെ മഞ്ഞ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ ബേക്കായി വരുന്ന സമയത്ത്. ഇത് നിങ്ങൾക്ക് പാനിൽ വേണമെങ്കിലും ചെയ്യാം. പാനിൽ നേരത്തെ ഞാൻ പിസ്സ കാണിച്ചിട്ടുണ്ട്, അതേ മെത്തേഡിൽ നിങ്ങൾക്കത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓവനിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 180 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 180 ഡിഗ്രിയിൽ നമ്മൾ 25 മിനിറ്റിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. നല്ല സൂപ്പറായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തുർക്കിഷ് പിസ്സയാണ്, നല്ല കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.